അപ്പം ഞാൻ പുള്ളിയുടെ അടുത്ത് പറഞ്ഞത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. ഈ ട്രെയിലർ ഫസ്റ്റ് ഞാൻ കണ്ടപ്പം അന്ന് എനിക്ക് എഡിറ്റേഴ്സ് കട്ടാണ് കിട്ടിയത് മ്യൂസിക് ചെയ്യുന്നതിന് മുമ്പേ. അപ്പോൾ എഡിറ്റർ സ്വാഭാവികമായിട്ട് കുറേ റെഫറൻസ് മ്യൂസിക്കൊക്കെ ഇടുമല്ലോ. അതിലുണ്ടായ കുറേ ഇപ്പോഴത്തെ കണ്ടംപററി മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് ചെയ്ത് മലയാളത്തിലാണെങ്കിലും ശരി, തമിഴിലാണെങ്കിലും ശരി, തെലുങ്കിലാണെങ്കിലും ശരി, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പക്ഷെ അവരുടെയൊക്കെ മ്യൂസിക്കിൻ്റെ ഒരു എന്താ പറയേണ്ട കോക്ടെയിലായിരുന്നു. ഓരോ സീനിൽ വേറെ ഏതോ പടത്തിലൊക്കെ മ്യൂസിക് ഇട്ട് റെഫറൻസും. അപ്പോൾ ഞാൻ പൃഥ്വിയുടെ അടുത്ത് പറഞ്ഞു, പൃഥ്വി ഞാനിതൊരു 2 മിനിറ്റ് കഴിഞ്ഞപ്പം 2 മിനിറ്റ് 17 സെക്കൻഡ് അങ്ങാണ്ടായപ്പം ഞാൻ ഉടനെ ഇതിൻ്റെ ടൈം ലൈൻ നോക്കി, ഇനി എത്രയുണ്ട് ഇത് ബാക്കിയും. അതായത് അവിടെ വെച്ചിട്ട് എനിക്കിത് മതിയായിരുന്നു എന്ന് തോന്നി. അപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, അത് ദീപക് പ്രത്യേകിച്ചൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതിലിപ്പോൾ വെച്ചിരിക്കുന്ന മ്യൂസിക് റെഫറൻസ് മ്യൂസിക്കാണ്. അത് തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത ഏതൊക്കെയോ പടത്തുനിന്ന് വലിച്ചിട്ട് അവിടെ നിന്ന് ഒരു മ്യൂസിക് വന്നാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് എന്നെ കാണിക്കാൻ വേണ്ടി എഡിറ്റർ ഇട്ട മ്യൂസിക്കാണ്. ഇതാണ് എല്ലാവരും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് എല്ലാവർക്കും ഇത് വർക്കാവുന്നില്ല എന്ന് തോന്നുന്നത്. എൻ്റെ മനസ്സിൽ ഞാനൊരു മ്യൂസിക് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അപ്പം ആ മ്യൂസിക് ഈ പടത്തിൽ ഈ ട്രെയിലറിൽ വന്നാൽ ഈ ട്രെയിലർ ക്ലിക്കാണ്. അതായത് ഈ പറഞ്ഞ ലാഗ് അടിക്കുന്ന പോർഷൻ തൊട്ട് മ്യൂസിക്കിൻ്റെ മൊത്തം പേസ് അങ്ങ് മാറി വേറെ തരത്തിലേക്ക് ഇതിനെ കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾ അപ്പോൾ ടൈം ലൈനിലേക്ക് നോക്കില്ല, ഇനി ബാക്കി എത്രയുണ്ട് സമയം എന്ന് നമ്മൾ നോക്കില്ല. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് കറക്റ്റായി കഴിഞ്ഞാൽ ഈ ട്രെയിലർ വർക്കൗട്ടാവും. ഞാൻ പറഞ്ഞു, അപ്പോൾ ഇപ്പോൾ എല്ലാം കൂടി എൻ്റെ തലയിലാണ് ഇടാൻ പോകുന്നതല്ലേ. ഇനി ഈ ട്രെയിലർ വർക്കായില്ലെങ്കിൽ മ്യൂസിക് കറക്റ്റായില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറഞ്ഞു. പഴയതായിരുന്നു പറയാനോ. അതെ, പഴയതാണ് നല്ലത്, ഇത് വേറെ ആണല്ലോ, പല രീതിക്കും നമുക്ക് ഇടാം. അതെ. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ ഇതെല്ലാം കൂടി എൻ്റെ തലയിൽ വരും. അപ്പം ഇല്ല, നിങ്ങൾക്ക് മാത്രമേ ഈ അഭിപ്രായം മാറ്റാൻ പറ്റൂ. കാരണം ഈ മ്യൂസിക് മാറാൻ പോകുന്ന മ്യൂസിക്കാണ്. വിഷ്വൽസൊക്കെ അതാണ്, ഡയലോഗൊക്കെ അതാണ്. മ്യൂസിക് എൻ്റെ മനസ്സിൽ ഒരു ഗ്രാഫുണ്ട്. നമ്മൾ ഈ ട്രെയിലർ മടുക്കുന്നു എന്ന് തോന്നുന്ന പോർഷൻ തൊട്ട് ഇതങ്ങ് പറപ്പിക്കണം. ആ പോയിൻ്റാണ് ഇപ്പം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവരും പറയുന്ന ഒരു പോയിൻ്റ്. അവിടുന്ന് അങ്ങോട്ട് മ്യൂസിക് ട്രെയിലറിൻ്റെ സെക്കൻഡ് ഹാഫ് ഒരൊറ്റ കയറ്റം കയറുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ച് ഇത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴും ആൾക്കാർക്ക് ഇത് ഫസ്റ്റ് വ്യൂ കിട്ടുന്ന വരെ എൻ്റെ മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു. ഈ ട്രെയിലർ അല്ലല്ലോ, ഇതൊരു പകുതി പടമല്ലേ, ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാർ എന്തായിരിക്കും. പക്ഷേ പുള്ളിയുടെ ആ കാൽക്കുലേഷൻ അത് 100% ബാങ് ഓണായിരുന്നു. ട്രെയിലർ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, സംഭവം ഏറ്റു. ഞാൻ അന്ന് പറഞ്ഞില്ലേ, ആദ്യം ഒരു ചെറിയൊരു സംഭവം ഉണ്ടാവും, നമ്മളത് നോക്കരുത്. അത് കണ്ടിട്ട് നമ്മൾ കൺഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മളൊരു സംഭവത്തിൽ ഉറച്ച് വിശ്വസിക്കുകയാണെങ്കിൽ അതിൽ തന്നെ ഫോളോ ചെയ്യാം, റിസൾട്ട് വരും. അതുപോലെയാണ് ഈ പടത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ കൺഫ്യൂസ്ഡ് ആകുമ്പോൾ എന്നെ പുള്ളി ഗൈഡ് ചെയ്തിരുന്നത്. ഇൻ ടേംസ് ഓഫ് ഇപ്പോൾ ട്രെയിലറിൻ്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, അവിടെ ആ ഒരു ട്രെയിലറിനാണ് നമ്മൾ തമ്മിൽ ഏറ്റവും കൂടുതൽ തർക്കം ഉണ്ടായത്. ഞാൻ പറഞ്ഞത് വർക്കൗട്ട് ആവില്ല, നിങ്ങളൊന്ന് ചെയ്യൂ, നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാലല്ലേ അറിയുള്ളൂ വർക്കൗട്ട്. അപ്പം ഞാൻ ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ഇത് വർക്കൗട്ട് ആവില്ല എന്ന് പറഞ്ഞപ്പം, കാരണം എൻ്റെ അടുത്ത് മറ്റ് ടെക്നീഷ്യൻസ് എന്നെ വിളിച്ച് നിങ്ങളൊന്ന് പറ പൃഥ്വിയുടെ അടുത്ത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറ, അത് നമ്മളെല്ലാവരും പറഞ്ഞു, പക്ഷെ പൃഥ്വി പറയുന്നത് മ്യൂസിക് വന്നാൽ ശരിയാവുന്നു, നിങ്ങളല്ലേ മ്യൂസിക് ചെയ്യുന്നത്, നിങ്ങൾ തന്നെ പറ. അതുകൊണ്ടാണ് ഇവരെല്ലാവരും എന്നെ വിളിച്ചപ്പം ഞാൻ പറഞ്ഞു ഇതേ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതിൽ ഇന്ന സംഭവമുണ്ട്, വലുതാണിത്, വളരെ വലുതാണ്, ഇത്ര ക്ഷമ ആൾക്കാർക്ക് ഉണ്ടാവുമോ. അപ്പോൾ പുള്ളി പറഞ്ഞു, നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്താൽ ഇത് വലുതൊന്നുമല്ല എന്ന് പറഞ്ഞു. കറക്റ്റായിരുന്നു, അത് കറക്റ്റാണ്. ഈ നമ്മൾ മൊത്തം നെഗറ്റീവാണ് പറഞ്ഞത് ആദ്യമേ. പൃഥ്വി അത് തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടി പല ശ്രമങ്ങളും നടന്നതിന് ശേഷമാണ് ലാസ്റ്റ് ഒന്ന് തിരിഞ്ഞു വന്നത്. പക്ഷെ അതൊരു ട്രെയിലർ ആയിരുന്നു കേട്ടോ. അതാ പറഞ്ഞത്, ഇയാളുടെ ഈ കാൽക്കുലേഷൻ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഒരിക്കലും തിയേറ്ററിലും പോകുന്നില്ല, ഇത് എങ്ങനെ ഇത് സാധിക്കുന്നു എന്നാണ് എൻ്റെ എപ്പോഴും ഉള്ളൊരു സംശയം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.